ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രോക്കലി പാസ്റ്റയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ബ്രോക്കലി ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കണം. അതിനുശേഷം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ബ്രോക്കലിയും ഫ്രഷ് ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കണം. എന്നിട്ട് സെയിം വെള്ളത്തിലാണ് നമ്മൾ വീറ്റ് പാസ്ത ഇട്ട് വേവിക്കാൻ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ബ്രോക്കലി സ്റ്റെമ്മും കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് പാസ്ത വേവിച്ച് മാറ്റി വെക്കുക. ഇനി സോസ് റെഡിയാക്കുക. അപ്പോൾ അതിനായിട്ട് ജാറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലി സ്റ്റെമ്മും പിന്നെ 2 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, കുറച്ച് ബ്രോക്കലി, കാഷ്യൂനട്ട്, ഗ്രീൻ പീസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള സോസ് റെഡിയാണ്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി പിന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും ചേർക്കുക, പാസ്തയും ചേർക്കുക. വേവിച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് ചീസും പിസ്സ സീസണിങ് ഓർഗാനും ചേർത്ത് കൊടുത്ത് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോക്കലിയും ഗ്രീൻ പീസും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രോക്കലി പാസ്ത റെഡിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ.